ഒരു ബിരിയാണി കഴിക്കാൻ ലക്നൗ വരെ പോയതിൻ്റെ ഒരു കഥ പറയാം. നമ്മളൊക്കെ ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് മലബാറിലെ ആൾക്കാർ, കോഴിക്കോട്ടുകാരാണെങ്കിൽ പാരഗൺ, റഹ്മത്ത്, ടോപ്പ് ഫോം, കുറ്റിച്ചിറ എല്ലാം കിടിലം ബിരിയാണികൾ തന്നെ. എന്നാൽ അതുക്കും മേലെയാണ് ഈ ഒരു ഐറ്റം, വേൾഡ് ഫേമസ് ഇദ്രീസ് മട്ടൻ ബിരിയാണി. നല്ല തിരക്കുള്ള റോഡിൻ്റെ സൈഡിൽ ഒരു സാധാ തട്ടുകട സെറ്റപ്പാണിത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത്. അപ്പം ഇതിനാണോ ഇത്രയും ഹൈപ്പ് എന്നൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ തോന്നാം. എന്നാൽ ഒരു ബിരിയാണി കഴിക്കുന്നതോടെ ആ ഡൗട്ടൊക്കെ തീരും. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. റൈസിൻ്റെ ഒരു സ്പൈസി ഫ്ലേവറാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറേ അധികം പ്രോസസ്സിങ് കൂടെയാണ് ഇതിൻ്റെ അരിവേവിക്കലും ദമ്മിടൽ പരിപാടികളൊക്കെ ഇവന്മാർ ചെയ്യുന്നത്. നല്ല തിരക്കുമാണ്, ഇവിടെ കുറേ നേരം വരി നിൽക്കണം. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഒരു പരികർമ്മി ചെക്കനെ സോപ്പിട്ട് അവൻ്റെ അടുത്ത് 2 ബിരിയാണി മേടിച്ച്. ഈ കാണുന്ന ആളാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആൾ. ഇയാളങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇയാളെ കാണാൻ പറ്റി. സത്യത്തിൽ മട്ടൻ കഴിക്കാത്ത ആളായിരുന്നു ഞാൻ. അവിടെ എത്തുന്ന സമയത്ത് ഇത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് 2 ബിരിയാണിയാണ് ഒറ്റയടിക്ക് ഞാൻ കഴിച്ചത്. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ തള്ളി മറിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാ യൂട്യൂബ് എടുത്തിട്ട് അതിനകത്ത് ഇദ്രീസ് ബിരിയാണി ടൈപ്പ് ചെയ്ത് കൊടുത്ത ഒരുപാട് വീഡിയോസ് വരും. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത്ര അധികം ഹൈപ്പ് എന്നൊക്കെ. ഏതായാലും ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരികയാണെങ്കിലും നഷ്ടമൊന്നുമില്ല എന്ന് ഞാൻ പറയും.